ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവ് മണ്ഡലം. അതെ, ബി ജെ പി 2ാം സ്ഥാനത്ത് വന്നു നിൽക്കുന്ന മണ്ഡലം കൂടിയാണ്. അവിടെ മത്സരിക്കാൻ പോകുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർ, ശാസ്തമംഗലം കൗൺസിലർ ശ്രീലേഖ IPS ആണ്. അവിടെ മത്സരം വേറൊരു തലത്തിലേക്ക് മാറും. കാരണം ഒരു IPSകാരിയുടെ മത്സരമാണ്. ഒരു വനിതാ സ്ഥാനാർത്ഥി ബി ജെ പിയിൽ നിന്ന് അതിശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു റിസൾട്ട് ഏത് തരത്തിലാണ് പ്രതീക്ഷിക്കുന്നത്? അല്ല, ഭാരതീയ ജനതാ പാർട്ടിക്ക് വളരെ വിശ്വാസവും വളരെ കിട്ടും എന്ന് തിരുവനന്തപുരം ജില്ലയിൽ നേമം പോലുള്ളൊരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. അത് വെറും കണക്കുകൾ മാത്രമല്ല, അവിടുത്തെ വാർഡുകളിൽ നിന്ന് തിരുവനന്തപുരം നഗരസഭയിൽ വന്നിട്ടുള്ള വാർഡ് കൗൺസിലേഴ്സിൻ്റെ അംഗബലം വെച്ചാണ് അവിടെ ഏത് സ്ഥാനാർത്ഥിയായാലും BJP വിജയിക്കുവാൻ സാധിക്കുമെന്ന പാർട്ടി വിലയിരുത്തൽ. BJP ഇപ്പോഴത്തെ പുതിയ രീതിയിലല്ല, BJPയുടെ അടിസ്ഥാനപരമായ പ്രവർത്തന സംഘപരിവാറിൻ്റെ നിർണായക ശക്തിയുള്ള ഒരു സ്ഥലമാണ് വട്ടിയൂർക്കാവ്. സംഘത്തിനായാലും വിവിധ സംഘത്തിൻ്റെ പോഷക സംഘടനകൾക്കായാലും നല്ല വേരോട്ടമുണ്ട്, പ്രവർത്തന ബാഹുല്യമുണ്ട്, നിരവധി പരിവാർ സംഘടനകളുടെ നേതാക്കളുള്ളൊരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം. അതുകൊണ്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ വരുവാൻ, രാജേഷ് മേയറാകുവാൻ നിർണായകമായിട്ട് പങ്കുവഹിച്ച കൗൺസിലേഴ്സ് ഉള്ളത് വട്ടിയൂർക്കാവിൽ നിന്ന്. അവിടെ പ്രത്യേകിച്ച് ആ മണ്ഡലക്കാരിയാണ് മാഡം ശ്രീലേഖ മാഡം. അവരുടെ റിട്ടയർഡ് ജീവിതം കഴിഞ്ഞതിന് ശേഷം നിരവധി സാംസ്കാരിക പൊതുപരിപാടികൾ നിറസാന്നിധ്യമാണ് ആ മണ്ഡലത്തിൽ. സ്ഥാനാർത്ഥിയാകുവാൻ യോഗ്യത എന്ന് പറയുന്നത് അവരുടെ ആ ഒരു ബ്യൂറോക്രാറ്റ് സംവിധാനത്തിലുള്ള ഭരണ നൈപുണ്യമാണ്. അവർ സ്ഥാനാർത്ഥിയാകാതിരിക്കുവാൻ വേണ്ടിയാണ് ആ പോസ്കോ കേസ് എന്ന് പറയുന്ന അതിജീവിതയുടെ പേര് ഒരു IPSകാർ വെളിപ്പെടുത്തി എന്ന് പറഞ്ഞ് കേസ് ഇപ്പോൾ ചാർജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ശരിക്കും കോൺഗ്രസ്, CPM, BJP, കമ്മ്യൂണിസ്റ്റ് മൽപ്പിടുത്തമല്ല നടക്കുന്നത്. അവിടെ പോലീസ് അസോസിയേഷനകത്ത്, പോലീസ് ബ്യൂറോക്രാറ്റിനകത്തുള്ള ഒരു യുദ്ധമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. അന്ന് അവർ ഡിപ്പാർട്ട്മെൻറ്റ് ഇരുന്നപ്പോൾ IPSകാരിയായിരുന്നു. അന്നൊരു കേസ് ചാർജ് ചെയ്തിട്ടില്ല. ഇന്നവർ സ്ഥാനാർത്ഥിയാകും എന്നുള്ളത് കൊണ്ടാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ അത്തരത്തിലുള്ളൊരു കേസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് തികച്ചും ബാലിശമാണ്. എന്തേ അന്ന് ആ കേസിൽ ചാർജ് ചെയ്തിട്ടില്ല? അല്ല എങ്കിൽ അവർ അതൊക്കെ മേലെ ഉള്ള ഓഫീസേഴ്സ് അവരെ ചോദ്യം ചെയ്തില്ല. അപ്പോൾ അത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് വട്ടിയൂർക്കാവിലെ ജനങ്ങൾക്കറിയാം. ഇപ്പോൾ പ്രശാന്ത് ബഹുമാനപ്പെട്ട MLAയുമായിട്ടുള്ള ഒരു തർക്കം കെട്ടിടത്തിൻ്റെ പേരിൽ, കോർപ്പറേഷൻ്റെ ഒരു കെട്ടിടം തുച്ഛമായ വട 800 രൂപയ്ക്ക് ശാസ്തമംഗലം അറിയാമല്ലോ ചേട്ടൻ, ഹാർട്ട് ഓഫ് സിറ്റിയാണ്. അവിടെ പെർ സെൻറ്റിന് തന്നെ എത്ര രൂപയുണ്ടെന്ന് കോർപ്പറേഷൻ ലാൻഡ് വാല്യൂ തന്നെ അറിയാം. അപ്പോൾ ആ സ്ഥലത്തൊരു കെട്ടിടത്തിന് 4100 സ്ക്വയർ ഫീറ്റുള്ള കെട്ടിടത്തിനൊക്കെ 800 രൂപയുള്ള വാടക. അപ്പോൾ അത്തരത്തിൽ കോർപ്പറേഷൻ ബഹുമാനപ്പെട്ട MLA അവിടെ ഇരുന്നത് നിയമം അറിയാമെന്നുള്ള ഈ മാഡം ചോദ്യം ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് ഇത്രയും മാഡത്തിൻ്റെ അത്ര പവറും പരിജ്ഞാനവും നിയമങ്ങളും മുൻ കൗൺസിലർ മധുസൂദനൻ ചേട്ടനത് അവിടെ അറിഞ്ഞൂടാ. അദ്ദേഹം ഒതുങ്ങി ഒരു മൂലയിൽ ടോയ്ലറ്റിനകത്ത് ഫയലും വെച്ച് ചെറിയൊരു 10x10 ഉള്ള മുറിക്കകത്ത് ഓഫീസ് പ്രവർത്തനം ചെയ്തു. പക്ഷെ നിയമവും കാര്യവും കോർപ്പറേഷൻ ചട്ടങ്ങളും റൂൾസും അറിയാമെന്നുള്ള മാഡം ചോദ്യം ചെയ്തു. അവസാനം എന്താ MLA പറഞ്ഞത്? നമുക്ക് കാണാം, ഒഴിയുന്ന പ്രശ്നമില്ല, എനിക്ക് മാർച്ച് വരെ സമയമുണ്ട്. പക്ഷേ നിയമവും കാര്യവും പഠിച്ച് മനസ്സിലാക്കിയപ്പോൾ കെട്ടും കൊടുക്കുകയായിട്ട് MLA അവിടെ നിന്ന് ഇറങ്ങേണ്ടുള്ള ഗതികേടിലേക്ക് വന്നു. ആ ഗതികേടാണ് മ്യൂസിയത്തെ ചാർജിൽ ഇവരുടെ
അവരുടെ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയതെന്ന് ചാർജ് ചെയ്യുവാൻ കാര്യം. അതുകൊണ്ട് വട്ടിയൂർക്കാവ് പോലുള്ള മണ്ഡലത്തിൽ ശ്രീലേഖ IPS സുരക്ഷിതത്വമായ മണ്ഡലമാണ്, BJPക്ക് ഉറപ്പിക്കാൻ പറ്റുന്നൊരു മണ്ഡലമാണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടി കണക്ക് കൂട്ടി. 2 മേയർ വന്ന സമയത്ത് ഒരു ആശയവിനിമയം ജനങ്ങൾക്കുണ്ടായിരുന്നു. അവർ പറഞ്ഞു എന്നെ മേയർ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ. അപ്പോൾ അവർ പറഞ്ഞു എന്നോട് പാർട്ടി മത്സരിക്കുവാൻ പറഞ്ഞു. ഞാൻ മത്സരിച്ചു. ബാക്കിയെല്ലാം പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. പാർട്ടി പറയുന്ന എന്തും ഒരു അച്ചടക്കമുള്ള ബ്യൂറോക്രാറ്റായിട്ട് റിട്ടയർഡ് ചെയ്ത് വന്ന വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ പാർട്ടി പറയുന്നത് അനുസരിക്കും. ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ആശയവിനിമയം ചെയ്തു, കാര്യങ്ങൾ മനസ്സിലാക്കി. ജനകീയൻ എന്നുള്ള നിലയിൽ കോർപ്പറേഷനിൽ നിരന്തരം സമരങ്ങൾ ചെയ്തുകൊണ്ട് ഈ പഴയ മേയറുടെ ചെയ്തികളും അവിടുത്തെ നിയമനങ്ങളും പുറത്താക്കി നീണ്ട സമരങ്ങൾ, രാപ്പകൽ സമരങ്ങൾ, 21 ദിവസം സത്യാഗ്രഹം കിടന്ന് രാജേഷ് ജിയെ പോലുള്ളവർ മേയറാക്കണമെന്ന് പാർട്ടി പറഞ്ഞു. അവർ സമ്മതിച്ചു. അല്ലെങ്കിൽ അവരായേനെ ആകാതിരിക്കില്ല. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിക്ക് ജനകീയ അടിത്തറയും തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെയും പൾസറിയാമെന്നുള്ളൊരു വ്യക്തി ആയിരിക്കണം മേയറാകേണ്ടത്. ബ്യൂറോക്രാറ്റായിട്ടുള്ള ഒരു ഓഫീസേഴ്സ് പോലുള്ളവർക്ക് ഇനിയും അവസരങ്ങളുണ്ട്. പക്ഷേ പാർട്ടി സംസ്ഥാന ഘടകവും ബഹുമാനപ്പെട്ട ചന്ദ്രശേഖർജിയും അവരോട് ആവശ്യപ്പെട്ടു, മാറി നിൽക്കണം, രാജേഷ് ജി മേയറാകും, നിങ്ങൾ അടുത്ത അസംബ്ലിയിലേക്ക് നമുക്ക് പരിഗണിക്കാം എന്നുള്ള ഉറപ്പ് കൊടുത്തതുകൊണ്ടായിരിക്കും ഇപ്പോൾ സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിലനിർത്തുന്നതിൻ്റെ ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. കാരണം അവിടുത്തെ നിരവധി വാർഡുകൾ അനുകൂലമായിട്ട് വന്നു അതെ. വട്ടിയൂർക്കാവും നേമവും കഴക്കൂട്ടവുമാണ്. ഈ 2 മണ്ഡലവും കഴക്കൂട്ടവും നമ്മുടെ വട്ടിയൂർക്കാവും നേമത്തെ പോലെ ആയി വരുന്നു. പണ്ട് നേമത്ത് ഈസിയായിട്ട് BJPക്ക് ജയിക്കുവാൻ പറ്റുമെന്നായിരുന്നു. പക്ഷേ അവിടെ ശിവൻകുട്ടി സഖാവ് ജയിച്ചിരുന്നു എങ്കിൽ തന്നെയും വോട്ടിംഗ് ഈക്വലൻ്റായിട്ട് വന്നിട്ടുണ്ട് പെർസെൻറ്റേജ് കണക്കിൽ. പക്ഷെ വട്ടിയൂർക്കാവ് അതല്ല. ഇപ്പോഴും വന്ന 1 വർഷത്തിനകത്ത് വന്ന മാറ്റമാണ് വട്ടിയൂർക്കാവ്. കഴക്കൂട്ടത്തും ബേസായിട്ട് 16-ൽ മുരളീധരൻജിയും സുരേന്ദ്രൻ സഖാവും മത്സരിച്ചപ്പോൾ തൊട്ടടുത്ത് 6000-7000 വോട്ടും 43% അന്നത്തെ മിനിസ്റ്ററായിരുന്ന കടകംപള്ളിക്കും 42% വോട്ട് മുരളീധരനും എത്തിയിട്ടുണ്ട്. പക്ഷെ വട്ടിയൂർക്കാവ് അങ്ങനെയല്ല. ഈ ഒരു 1.5 വർഷം കൊണ്ടാണ് വട്ടിയൂർക്കാവ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു ജനപിന്തുണ വർദ്ധിച്ചിട്ടുള്ളത്. അത് അടിസ്ഥാനപരമായിട്ട് വട്ടിയൂർക്കാവ് ജയിക്കണം എന്നുള്ള ഒരു തോന്നൽ ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ടായി. സംഘപരിവാറിൻ്റെ എല്ലാ പരിവാർ സംഘടനകളെയും ശക്തമായിട്ട് ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുവാൻ പറഞ്ഞു. ആ വാർഡിലുള്ള കുടിവെള്ള പ്രശ്നങ്ങൾ, ആ വട്ടിയൂർക്കാവ് പേരൂർക്കട നടന്നിട്ടുള്ള 6 കോടിയോ 2 കോടിയോ ചിലവാക്കി ഒരു സ്റ്റേഡിയത്തിൻ്റെ കുളം നിർമ്മിക്കുവാൻ വേണ്ടി ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള അഴിമതി, കുളവാഴ കണ്ടുപിടിച്ച് രാജേഷ് ജി പുറത്തു കൊണ്ടുവന്നു. നിരവധി അഴിമതി ആരോപണങ്ങൾ, കോർപ്പറേഷൻ കൗൺസിലിൽ നിന്ന് പാസ്സാക്കിയെടുത്ത പൈസ അവിടെ വിനിയോഗിച്ചിട്ടില്ല. നിരന്തരപരമായിട്ടുള്ള ഓരോ വാർഡിൻ്റെയും ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തി സമരത്തിൽ കൂടിയാണ് ഭാരതീയ ജനതാ പാർട്ടി വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഒരു ക്രെഡിബിലിറ്റി എന്നുള്ള നിലയിൽ ഇത്രയും കൗൺസിലർമാരെ വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് ഒരു പ്രശംസനീയമാണ് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക്. പക്ഷേ അതിൻ്റെ കൂടെ ഒരു നല്ലൊരു സ്ഥാനാർത്ഥിയും കൂടി വന്നാൽ സ്ത്രീകളുടെ ഇടയിൽ ഒരു ജനകീയ പിന്തുണ ഈ പോലീസ് ഓഫീസേഴ്സിനുണ്ട് എന്ന് അവിടെ ഉള്ളതുകൊണ്ടും അവിടുത്തെ ഓരോ ശാസ്തമംഗലത്തെ താമസക്കാർ എന്നുള്ള നിലയിലും അവിടുത്തെ ഓരോ ജനകീയ പ്രശ്നങ്ങളിൽ റിട്ടയർഡായതിനു ശേഷം മാഡം ഇടപെട്ടിട്ടുള്ളതുകൊണ്ടും മാഡത്തിനൊരു സ്വീകാര്യത സാമുദായിക സംഘടനാ ലെവൽ അവിടെ ഉണ്ട്. NSSൻ്റെ ആയാലും SNDPയുടെ ആയാലും വിവിധ സംഘടനകളിൽ നിന്ന് ഒരു അകമഴിഞ്ഞ പിന്തുണ മാഡത്തിനുള്ളതുകൊണ്ട് ഒന്നിൻ്റെ കൂടെ തള്ളെന്നുള്ള നിലയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായാൽ ജയിക്കുമെന്ന് പാർട്ടി വിലയിരുത്തിയത് കൊണ്ടും പാർട്ടി അടിസ്ഥാനപരമായി വട്ടിയൂർക്കാവിനെ കുറിച്ച് പഠിച്ചതുകൊണ്ടുമാണ് മാഡത്തിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. വിജയം സുനിശ്ചിതത്വം. കാരണം തിരുവനന്തപുരത്ത് ഉറപ്പായിട്ടും ഭാരതീയ ജനതാ പാർട്ടി തിരുവനന്തപുരം ജില്ലയിൽ 4 മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് മെമ്പർമാർ അസംബ്ലിയിൽ ഉണ്ടാകും.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.